ഇറാന്റെ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്ക. ഗൊരുക് ഖുഷേം റഡാർ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അതേസമയം അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചെന്ന അവകാശവാദവുമായി ഇറാനും രംഗത്തെത്തി. ഏത് സൈനിക താവളമാണ് ആക്രമിച്ചതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയില്ല. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, ഇപ്പോൾ എവിടങ്ങളിലൊക്കെയാണ് ആക്രമണം നടക്കുന്നത്? പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ടോ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും സജീവമാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അല്പം ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പലയിടങ്ങളിൽ നിന്നുമായി വരുന്നത്. 3 ആക്രമണങ്ങളാണ് പ്രധാനമായും ഇന്നലെ രാത്രിയും ഇന്നുമായിട്ടുണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രവും ഇത് രണ്ടും തകർത്തു എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഇതിനുള്ള മറുപടിയാണ് തങ്ങൾ നൽകിയതെന്നും രണ്ടിടത്തായി സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാനിലേക്ക് ആക്രമണം നടത്തി. അത് ഗൊരക് അതോടൊപ്പം തന്നെ ഖുറേഷ് ഇത് രണ്ടും ഈ കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്, ഐലൻഡുകളാണ്. അവിടെയാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അതേസമയം കുവൈറ്റിലേക്ക് ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണ ശ്രമം. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്ന് പുലർച്ചെ വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടാനില്ല. അത് മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിച്ചതിന്റെ ശബ്ദമാണെന്നാണ് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചു എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഏത് സൈനിക താവളമാണ് ആക്രമിച്ചതെന്ന് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ 2 മേഖലകളിലേക്കും ഇപ്പോൾ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകുന്നത്. എവിടേക്കാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പറയുന്നില്ലെങ്കിൽ പോലും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ വ്യക്തം